വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മത്തായി രചിച്ച യേശുവിന്റെ സുവിശേഷം അധ്യായം 20, 29 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. അന്ധന്മാർക്കു കാഴ്ച. അവൻ ജെറിക്കോയിൽ നിന്ന് യാത്ര പുറപ്പെട്ടപ്പോൾ ഒരു വലിയ ജനക്കൂട്ടം അവനെ അനുഗമിച്ചു. യേശു ആ വഴി കടന്നു പോകുന്നെന്ന് കേട്ടപ്പോൾ വഴിയരികിലിരുന്ന 2 അന്ധന്മാർ ഉച്ചത്തിൽ നിലവിളിച്ചു, കർത്താവേ, ദാവീദിന്റെ പുത്ര, ഞങ്ങളിൽ കനിയണമേ. മിണ്ടാതിരിക്കാൻ പറഞ്ഞുകൊണ്ട് ജനക്കൂട്ടം അവരെ ശാസിച്ചു. അവരാകട്ടെ, കർത്താവേ, ദാവീദിന്റെ പുത്ര, ഞങ്ങളിൽ കനിയണമേ എന്ന് കൂടുതൽ ഉച്ചത്തിൽ നിലവിളിച്ചു പറഞ്ഞു. യേശു അവിടെ നിന്ന് അവരെ വിളിച്ചു ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് എന്തു ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അവർ പറഞ്ഞു, കർത്താവേ, ഞങ്ങൾക്ക് കണ്ണുകൾ തുറന്നു കിട്ടണം. യേശു ഉള്ളലിഞ്ഞ് അവരുടെ കണ്ണുകളിൽ സ്പർശിച്ചു. തൽക്ഷണം അവർക്ക് കാഴ്ച കിട്ടി. അവരും അവനെ അനുഗമിച്ചു. ലംഘിക്കാനിടവരുന്ന വിലക്കുകളും സമൂഹത്തിൽ നിന്ന് ഉയർന്നേക്കാം. വിശുദ്ധ നാട്ടിലെ ചില പുരാതനമായിട്ടുള്ള വാണിജ്യ കേന്ദ്രങ്ങളിൽ ഒന്നായ ജെറിക്കോ പട്ടണ സന്ദർശനം കഴിഞ്ഞതിന് ശേഷം യേശുവും ശിഷ്യന്മാരും മടക്കയാത്രയിലാണ്. വലിയൊരു ജനാവലിയും അവരെ അനുഗമിച്ചിരുന്നു എന്ന് സുവിശേഷത്തിൽ നാം വായിക്കുന്നു. കമ്പോള കേന്ദ്രമായതുകൊണ്ട് തെരുവോരങ്ങളിൽ ഭിക്ഷാടനത്തിനായി ധാരാളം പേർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത്. ഈ ഭിക്ഷക്കാരിൽ 2 അന്ധന്മാരെ എടുത്തു കാട്ടുകയാണ് ഇന്നത്തെ സുവിശേഷത്തിലെ വിശുദ്ധമത്തായി. യേശു ആണ് ഈ തെരുവിൽ കൂടെ നടന്നു പോകുന്നത് എന്ന് എങ്ങനെയോ അറിഞ്ഞ ഈ അന്ധന്മാർ ഉറക്കെ നിലവിളിച്ചപേക്ഷിക്കുകയാണ്, ദാവീദിന്റെ പുത്ര, ഞങ്ങൾ കനിയണമേ എന്ന് പറഞ്ഞുകൊണ്ട്. ദാവീദിന്റെ പുത്ര എന്നുള്ള അഭിസംബോധന അർത്ഥപൂർണവും യേശുവിന് മനസ്സിന് ഇണങ്ങുന്നതുമായിട്ടുള്ള ഒന്നായിരുന്നു എന്നുള്ളതാണ് അതിന്റെ വസ്തുത. ഇവരുടെ ശബ്ദകോലാഹലം ഉച്ചത്തിലായതുകൊണ്ട് ജനാവലി യേശുവിനോടുള്ള ബഹുമാന സൂചകമായിട്ടായിരിക്കണം അവരോട് നിശബ്ദരായിരിക്കാൻ വേണ്ടി നിർദ്ദേശിക്കുന്നു. പക്ഷേ ആ നിർദ്ദേശം അവഗണിച്ചുകൊണ്ട് അവർ കൂടുതൽ ഉച്ചത്തിൽ നിലവിളിക്കുകയാണ്, ദാവീദിന്റെ പുത്ര, ഞങ്ങൾ കനിയണമേ എന്ന്. ഇങ്ങനെയുള്ള ഉച്ചത്തിലുള്ള ഇവരുടെ നിലവിളിച്ചുള്ള അപേക്ഷ കേട്ട് നടന്നു നീങ്ങിയിരുന്ന യേശു അവിടെ നിൽക്കുന്നു. തിരിഞ്ഞു നിന്ന് ആ അന്ധന്മാരെ തന്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി അവിടെ കൂടിയിരുന്നവരോട് പറയുന്നു. അവർ അന്ധന്മാരെ യേശുവിന്റെ അടുത്തേക്ക് എത്തിക്കുന്നു. വളരെയേറെ ഉത്സാഹത്തോടും പ്രതീക്ഷയോടും കൂടെ യേശുവിന്റെ പാദത്തിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് അവർ പറയുന്നു, ദാവീദിന്റെ പുത്ര, നിങ്ങൾ കനിയണമേ എന്ന്. യേശു അവരെ കാരുണ്യത്തോടുകൂടെ അനുകമ്പയോടുകൂടെ നോക്കിയതിനു ശേഷം യേശു അവരോടായിട്ട് ചോദിക്കുന്നു, ആട്ടെ, ഞാൻ എന്ത് നിങ്ങൾക്ക് ചെയ്തു തരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഉടനെ 2 പേരും കൂടി ഒന്നിച്ചു പറയുകയാണ്, അവർ കൂട്ടുകാരായിരിക്കണം, നിങ്ങൾക്ക് കാണണം കർത്താവേ. സുവിശേഷകൻ നമ്മോടായിട്ട് പറയുന്നു. കാരുണ്യപൂർവം യേശു അവരെ സ്പർശിക്കുന്നു. തൽക്ഷണം 2 പേർക്കും കാഴ്ച ലഭിക്കുന്നു. അവരുടെ മനസ്സിൽ കുറഞ്ഞുകൂടിയ നന്ദിയുടേതും കടപ്പാടിന്റേതുമായിട്ടുള്ള വികാരങ്ങൾ അവരുടെ ജീവിതത്തിന്റെ ഭാഗമാക്കിയിട്ട് അവർ മാറ്റുന്നു. സുവിശേഷകനായ മത്തായി നമ്മോടായിട്ട് പറഞ്ഞു തരുന്നു, അവർ 2 പേരും യേശുവിനെ അനുധാവനം ചെയ്തു എന്ന്. അങ്ങനെ പലതരം ഉൾക്കാഴ്ചകൾ നമുക്ക് പ്രദാനം ചെയ്യാനിടവരുന്ന ഹൃദ്യമായിട്ടുള്ള ഒരു സമീപന രീതി അനാവരണം ചെയ്യപ്പെടുകയാണ് ഇവിടെ. അതോടൊപ്പം ലംഘിക്കേണ്ടി വരുന്ന വിലക്കുകളും സമൂഹത്തിൽ നിന്ന് ഉയരാമെന്നുള്ള വലിയൊരു ചിന്തയും നമ്മുടെ മുമ്പിലേക്ക് ഇന്നത്തെ സുവിശേഷം കൊണ്ടുവരുന്നത് നമുക്ക് ശ്രദ്ധിക്കാം.